ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ എജ്യൂടെക്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവിടെ നിന്നും കിട്ടാൻ സാധ്യതയുള്ള അസുഖങ്ങളെയാണ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നതും ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷന്റെ മറ്റൊരു പേരാണ്. ഒരു മാർക്ക് ചോദ്യം ഉറപ്പാണേ. അഡ്മിറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്നും കിട്ടാൻ സാധ്യതയുള്ള അസുഖങ്ങളെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ, അതുമല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ. 5 തരത്തിലുള്ള ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് ഉണ്ട്. അതിലാദ്യത്തേതെന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, SSI, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. മൂന്നാമത്തേതെന്ന് പറയുന്നത് കാത്തറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. കാത്തറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നാലാമത്തേതെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്യൂട്ട് ന്യൂമോണിയ, HAP, ഹോസ്പിറ്റൽ അക്യൂട്ട് ന്യൂമോണിയ. അഞ്ചാമത്തേതെന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം ഡിഫിസിലി ഇൻഫെക്ഷൻ, ക്ലോസ്ട്രീഡിയം ഡിഫിസിലി ഇൻഫെക്ഷൻ, CDI. അപ്പോൾ ഓർത്തു വെക്കുക, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന ടേം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷന്റെ മറ്റൊരു പേരാണ്. അഡ്മിറ്റ് ആയതിനു ശേഷം കിട്ടാൻ സാധ്യതയുള്ള അസുഖങ്ങളെ കോമൺ ആയിട്ട് പറയുന്നതാണ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ, അതുമല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ. 5 തരത്തിലുള്ള ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് ഉണ്ട്.